അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിഷ്കാത്ത് എന്ന പള്ളി ദർസുകളിലും കോളേജുകളിലും പഠിക്കുന്ന കിതാബിലെ കിതാബുൽ റിഖാഖ് എന്ന കിതാബിൽ നിന്നുള്ള ഹദീസുകളുടെ 4ാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. വിദ്യാർത്ഥിനികൾക്കും സാധാരണക്കാർക്കും ഉപയോഗപ്പെടുന്ന ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദർസുൽ മിഷ്കാത്ത് കിതാബുൽ റിഖാഖ് റഖമുൽ ഹദീസ് അത്താസിഅ. മിഷ്കാത്തിൽ നിന്നുള്ള റിഖാഖ് എന്ന അധ്യായത്തിലെ 9ാമത്തെ ഹദീസ് മുതലാണ് ഇന്ന് ആരംഭിക്കുന്നത്. وعن عمرو بن عوف قال قال صلى الله عليه وسلم فوالله لا الفقر أخشى عليكم ولكن أخشى عليكم أن تبسط عليكم الدنيا كما بسطت على من كان قبلكم. فتنافسوا كما تنافسوها وتهلككم كما أهلكتهم. അതാണ് ഹദീസ്. അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലൽ ഫഖറ അഖ്ശ അലൈക്കും, ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളുടെ മേലിൽ ഭയപ്പെടുന്നത്, വലാകിൻ അഖ്ശ അലൈക്കും, എങ്കിലും ഞാൻ നിങ്ങളുടെ മേലിൽ ഭയപ്പെടുന്നത്, അൻ തുബ്സത അലൈക്കും ദുനിയ, ഐ തുവസ്സഅ അലൈക്കും ദുനിയ, ദുനിയാവിനെ നിങ്ങളുടെ മേൽ വിശാലമാക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് ദുനിയാവിനെ വിശാലമാക്കി കൊടുത്തതുപോലെ. അഥവാ ദുനിയാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്താണ്. സാമ്പത്തികമായ വളർച്ച അമിതമാകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഫഹലകു ബിസബബി അദമി തറഹുമിഹിം അലൽ ഫുഖറായി ലിഅജലി കമാലിൽ മൈലി ഇലൽ മാൽ, ധനത്തിലേക്ക്, സമ്പത്തിലേക്ക് അമിതമായി ആകർഷിച്ചത് കാരണം മുൻഗാമികളായ ആളുകൾ ദരിദ്രരോട് കരുണ കാണിക്കാതിരുന്നതിന്റെ കാരണം കൊണ്ട് ഫഹലകു, അവരൊക്കെ നശിച്ചുപോയി. ഇതേപോലെ നിങ്ങൾക്കും സംഭവിക്കുമോ എന്ന പേടിയാണ് എനിക്കുള്ളത്. ഫതനാഫസുഹ കമാ തനാഫസുഹ, അവര് അത്യാഗ്രഹികളാവുകയും ദുനിയാവ് ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി മത്സരിക്കുകയും ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ വതുഹ്ലികുക്കും കമാ ഹലകതുഹും, ആ ദുനിയാവ് നിങ്ങളെ നശിപ്പിക്കും, അവരെ നശിപ്പിച്ചതുപോലെ. അതല്ലാതെ ദാരിദ്ര്യത്തെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ് ഇതിലെ 9ാമത്തെ ഹദീസ്. 10ാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂതാ വഫീ റിവായത്തിൻ കഫാഫ.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ ഇജ്അൽനി റിസ്ഖ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സന്താനങ്ങളുടെയും കുടുംബത്തിന്റെയും ഒക്കെ റിസ്ഖിനെ, ഭക്ഷണത്തെ കൂത്താക്കണെന്നവർ കൂത്തൻ, അവർക്ക് ആരാധനക്ക് ശക്തി ലഭിക്കാൻ മാത്രമായ ഭക്ഷണമാക്കണേ. ഫിരിവായത്തിൻ കഫാഫ, വിശപ്പിനെ തൊട്ടും മറ്റുള്ളവരോട് ചോദിക്കുന്നതിനെ തൊട്ടും മതിയാക്കുന്നതായ ഒരു ഭക്ഷണമാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ റിസ്ഖിനെ നീ മാറ്റണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ 10ാമത്തെ ഹദീസ്. കിതാബുർ റിഖാഖിൽ, കിതാബുർ റിഖാഖിലെ 11ാമത്തെ ഹദീസ്. وعن عبد الله بن عمر قال قال رسول الله صلى الله عليه وسلم قد أفلح من أسلم ورزق كفافا وقنعه الله بما أعطاه. മാനപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു, മൻ അസ്ലമ, റബ്ബിനിക്ക് അനുസരണമുള്ളവനായവൻ, മുസ്ലിമായവൻ, വറുസിക കഫാഫ, ദീനിന്റെ കാര്യത്തിൽ അതേ പ്രകാരം മറ്റുള്ളവരോട് ചോദിക്കുന്നതിനെ തൊട്ട് തടയുന്നതുമായ നിലയ്ക്ക് സമ്പത്ത് ലഭിക്കപ്പെട്ടവനും വിജയിച്ചു. ആവശ്യത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾക്കുള്ള റിസ്ക് മാത്രം ലഭിച്ചവൻ വിജയിച്ചു. അവനെ തൃപ്തിപ്പെടുത്തി, അവനിക്ക് നൽകിയത് കൊണ്ട്, ആ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ളവൻ വിജയിച്ചു എന്ന്. 12ാമത്തെ ഹദീസ് കിതാബുർ റിഖാഖിൽ. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم يقول العبد مالي مالي وإنما له من ماله ثلاث ما أكل فأفنى أو لبس فأبلى أو أعطى فاقتنى وما سوى ذلك فهو ذائب وتاركه للناس. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുൽ അബ്ദു, ഒരു അടിമ പറയും, മാലി മാലി, എന്റെ മുതൽ എന്റെ മുതൽ എന്ന് ഓരോ അടിമയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവന്റെ മുതലിൽ നിന്ന് തീർച്ചയായും അവന്റേതാണെന്ന് പറയാൻ പറ്റുന്നത് സലാസുൻ, 3 മാത്രമാണ്. അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്, അഥവാ അവൻ ഭക്ഷണമായി ഉപയോഗിച്ച മുതൽ, അത് അവന്റെ മുതലല്ല. 2, ഔ ലബിസ, അല്ലെങ്കിൽ വസ്ത്രമായി വാങ്ങിക്കൊടുന്നിട്ട് അവൻ ധരിച്ചു, ഫാബില, അങ്ങനെ അത് പഴകി ദ്രവിച്ചു പോയി, അതും അവന്റേതായ മുതലല്ല. ഔ അഅത, അല്ലെങ്കിൽ അവൻ സ്വതക്ക ചെയ്തു, ലില്ലാഹി, അല്ലാഹുവിന്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട്, ഫഖ്തന, അങ്ങനെ അതിനെ അവൻ സൂക്ഷിച്ചു വെച്ചു. ഇതാണ് ഒരു മനുഷ്യന്റെ മുതൽ. ഒമാ സിവാ ദാലിക, ഇതല്ലാത്തതെല്ലാം ഫഹുവ ദാഇബുൻ, അത് പോകുന്നതാണ്. വതാരികുഹു ലിന്നാസ്, അവന്റെ
അനന്തരാവകാശികൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അവൻ അതിനെ ഉപേക്ഷിക്കുന്നതുമാണ്. റവാഹു മുസ്ലിം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. 13-ാമത്തെ ഹദീസ്. وعن أنس رضي الله عنه قال قال صلى الله عليه وسلم يتبع الميت ثلاثة فيرجع اثنان ويبقى معه واحد يتبعه أهله وماله وعمله فيرجع أهله وماله ويبقى عمله. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉൽ മയ്യിത്ത, മയ്യിത്തിനോട് പിന്തുടരുന്നതാണ് സലാസത്തുൻ, മൂന്ന് വിഭാഗം. ഒരാൾ മരിച്ചു, അയാളെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ അയാളുടെ കൂടെ പോകുന്ന സാധനങ്ങൾ മൂന്ന് വിഭാഗം. അതിൽ നിന്ന് രണ്ടെണ്ണം തിരിച്ചു പോരും. മയ്യത്തിന്റെ കൂടെ ഒന്ന് മാത്രം ശേഷിക്കും. മൂന്നെണ്ണം മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൂടെ പോയെങ്കിലും രണ്ട് വിഭാഗം തിരിച്ചു പോരും, ഒന്ന് മാത്രം മയ്യത്തിന്റെ കൂടെ ശേഷിക്കും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവന്റെ അഹ്ലുകാർ അവന്റെ കൂടെ പിന്തുടരും. അവന്റെ മുതല്. മാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് വലിയ മുതൽ എന്ന് പറയുന്നത് അടിമകളായി, മുഅ്മിനായ അടിമകള്. സയ്യിദും മരിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ കൂടെ പോകും. അത് വലിയ ഒരു സ്വത്ത് തന്നെയായിരുന്നു, സമ്പത്ത്. പിന്നെ മയ്യത്ത് മറമാടി തിരിച്ചു പോരും. അപ്പൊ അവന്റെ മുതലും അവന്റെ അഹ്ലുകാരും മയ്യത്തിന്റെ കൂടെ തുടരും. അവൻ ചെയ്ത അമല് അഥവാ അതിന്റെ പ്രതിഫലവും. അങ്ങനെ തിരിച്ചു പോരും. അവന്റെ അഹ്ലുകാര് തിരിച്ചു പോരും. മയ്യത്ത് മറമാടി കഴിഞ്ഞാൽ അവന്റെ മുതലും തിരിച്ചു പോരും, അഥവാ അടിമകളൊക്കെ തിരിച്ചു പോരും. അവന്റെ അമല് എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് ചെയ്തതിനുള്ള ആ പ്രതിഫലം, നല്ല പ്രവർത്തനമാണെങ്കിൽ ആ നല്ല പ്രതിഫലം, ചീത്ത പ്രവൃത്തിയാണെങ്കിൽ അതിനുള്ള ശിക്ഷ, അത് അവന്റെ കൂടെ തന്നെ ഖബറിൽ ശേഷിക്കും എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മനസ്സിലാക്കാൻ, അത് കാരണമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവരുടെ അർവാഹിലേക്ക് ഈ വിജ്ഞാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഒക്കെ, നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, അവരുടെ ഒക്കെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ. വിജയികളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പല ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അനേകം ആളുകളുണ്ട്. അവർക്കൊക്കെയും പല ഉദ്ദേശങ്ങൾ വെച്ച് ഈ കമന്റിൽ അറിയിച്ചിട്ടുണ്ട്. അവരുടെ മുറാദുകളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അവരെല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.